നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ഡേ 2 റിവിഷൻ ആണ് ഇന്ന്. അപ്പൊ ഇന്ന് തന്ന ടോപ്പിക്കുകൾ നിങ്ങൾ ഓവറോൾ ഒന്ന് വായിച്ച് കംപ്ലീറ്റ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്നത്തെ ടോപ്പിക്കുകളുടെ ഒരു ക്വിക്ക് റിവിഷൻ ആണ് ഇന്ന്. അപ്പൊ ഇന്നത്തെ സെഷൻ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. അപ്പൊ ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ആദ്യമായിട്ട് ഇന്ന് പഠിക്കാൻ തന്നത് കമ്പ്യൂട്ടർ സയൻസിലെ ഔട്ട്പുട്ട് ഡിവൈസസ് ആണ്. അപ്പൊ ഔട്ട്പുട്ട് ഡിവൈസസ് നിങ്ങൾ നോക്കിയിട്ടുണ്ടായിരിക്കും. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്? കമ്പ്യൂട്ടറിലെ പ്രാഥമിക ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് ഏതാണ്? മോണിറ്റർ ആണ്. പിന്നെ സ്പീക്കർ ഉണ്ട്, പ്രിന്റർ ഉണ്ട്, പ്ലോട്ടർ ഉണ്ട്. ഇത്രയുമാണ് നമ്മൾ പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് ഡിവൈസിൽ പറയുന്നത്. ഇനി SCRT ടെക്സ്റ്റ് ബുക്കിലും കൂടി ടെക്സ്റ്റ് ബുക്കും കൂടി ബേസ് ചെയ്തിട്ട് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് ഔട്ട്പുട്ട് ഡിവൈസസിന്റെ പേര് ഞാൻ പറയാം. VDU എന്ന് പറയുന്നത് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് ആണ്. അതായത് VDU എന്ന് പറയുന്നത് മോണിറ്റർ, VDUവിന് എക്സാമ്പിൾ ആണ്. വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്, വിഷ്വല് കാണിച്ചു തരുന്ന യൂണിറ്റുകളെ എല്ലാം കോമൺ ആയിട്ട് പറയുന്നത് VDU എന്നാണ്. അടുത്തത് LCD പ്രൊജക്ടർ. LCD പ്രൊജക്ടർ SCRT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. പ്രിന്റർ കൊടുത്തിട്ടുണ്ട്. പ്രിന്റർ രണ്ട് ടൈപ്പ് പ്രിന്റർ ഉണ്ട്. ഏതൊക്കെയാണ്? ഇമ്പാക്ട് പ്രിന്ററും നോൺ ഇമ്പാക്ട് പ്രിന്ററും. അതിൽ വരുന്ന എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഇമ്പാക്ട് പ്രിന്ററിന്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഡോട്ട് മെട്രിക്സ് പ്രിന്റർ, ലൈൻ പ്രിന്റർ, ഡ്രം പ്രിന്റർ, ചെയിൻ പ്രിന്റർ, ഇതൊക്കെ ഇമ്പാക്ട് പ്രിന്ററിൽ വരുന്നതാണ്. നോൺ ഇമ്പാക്ട് പ്രിന്ററിൽ മെയിൻ ആയിട്ട് വരുന്നത് ഇങ്ക്ജെറ്റ് പ്രിന്ററും ലേസർ പ്രിന്ററും ആണ് നോൺ ഇമ്പാക്ട് പ്രിന്ററിൽ വരുന്നത്. അപ്പോൾ പ്രിന്റേഴ്സിൽ ഏറ്റവും വേഗതയേറിയ പ്രിന്റർ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ലേസർ പ്രിന്റർ ആണ് ഏറ്റവും വേഗതയേറിയ പ്രിന്റർ. പിന്നെ ടെക്സ്റ്റിൽ ഒരു തെർമൽ പ്രിന്ററിന്റെ കാര്യം കൊടുത്തിട്ടുണ്ട്. പ്ലോട്ടർ ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. 3D പ്രിന്റർ ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ഓഡിയോ ഔട്ട്പുട്ട് ഡിവൈസസിലാണ് ഏത് വരുന്നത്? സ്പീക്കർ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി വെക്കാം. അടുത്ത ഔട്ട്പുട്ട് ഡിവൈസ് നോക്കുമ്പോൾ കഴിഞ്ഞ KFC, അതായത് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ 2019 നടന്ന എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ ചോദ്യം. ഹൗ മെനി പ്രിന്റിംഗ് പിൻസ് ആർ അവൈലബിൾ ഇൻ ഡോട്ട് മെട്രിക്സ് പ്രിന്റർ ഹെഡിൽ എത്ര പ്രിന്റിംഗ് പിൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്? എത്രയാ ഉത്തരം അറിയുന്നവരെ താഴെ കമന്റ് ചെയ്യുക. ഓക്കെ, ഓപ്ഷൻസ് പറയാം. 32, 16, 9, 24. ഓക്കെ, അപ്പോൾ ഡോട്ട് മെട്രിക്സ് പ്രിന്റർ ഹെഡിൽ എത്ര പ്രിന്റിംഗ് പിൻസ് ഉണ്ട്? താഴെ കമന്റ് ചെയ്യണേ ആൻസർ. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ കേരള PSCക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളി കോഴ്സുകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അൺഅക്കാഡമിയിൽ റീസെന്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് ബാച്ച് കോഴ്സിന്റെ കാര്യം പറയാം. 100 ദിവസത്തെ LDC മെയിൻ എക്സാമിന് വേണ്ടിയിട്ട് ഒരു ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ജേതാവ് എന്നാണ് ഈ കോഴ്സിന്റെ പേര്. ജൂൺ 23 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതില് 11 എഡ്യൂക്കേറ്റേഴ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലാസ് എടുത്ത് തരുന്നത്. 11 ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ്. അപ്പോൾ ഈ ഒരു കോഴ്സ് 10% ഡിസ്കൗണ്ടോട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. കൂടാതെ നിങ്ങളുടെ കയ്യിലുള്ള കോയിൻസ് കൊടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ 9%, ടോട്ടൽ 19% നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. അപ്പൊ ഇത്രയാണ് കമ്പ്യൂട്ടർ സയൻസിൽ ഔട്ട്പുട്ട് ഡിവൈസസ് SCRT അടക്കം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അടുത്തത് പരിഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തർജ്ജമയാണ്. അപ്പൊ തർജ്ജമയില് PSC എപ്പോഴും ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. റീസെന്റ് ആയിട്ട് നടന്ന എക്സാമിന്റെ ചോദ്യങ്ങളാണ്. ഒന്ന്, പ്രസൻസ് ഓഫ് മൈൻഡ് എന്താ? മനസാന്നിധ്യം. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, കേട്ടിരുന്നാൽ മതി. പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ പരിഭാഷ എന്താണ്? മനസാന്നിധ്യം. കിക്ക് ദ ബക്കറ്റ് എന്ന് വെച്ചാൽ മരിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ഈ പ്രസൻസ് ഓഫ് മൈൻഡ് ചോദിച്ചത് VO ട്രിവാൻഡ്രം കോഴിക്കോട് 2019 ചോദിച്ച ചോദ്യമാണ്. കിക്ക് ദ ബക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മരിക്കുക എന്നാണ്. ഇത് VO പത്തനംതിട്ട, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ ചോദിച്ച ചോദ്യമാണ്. അടുത്തത് ക്രൈ ഓവർ സ്പിൽറ്റ് മിൽക്ക് നിങ്ങൾക്കുള്ള ചോദ്യമാണ്. ആൻസർ താഴെ കമന്റ് ചെയ്യുക. ഞാൻ ഓപ്ഷൻസ് തരാം. ക്രൈ ഓവർ സ്പിൽറ്റ് മിൽക്ക്. വെളുത്തതെല്ലാം പാലല്ല. ഓപ്ഷൻ എ, വെളുത്തതെല്ലാം പാലല്ല. കുരുന്നിലെ നുള്ളുക, കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ, നഷ്ടപ്പെട്ടതോർത്ത് വിലപിക്കുക. ക്രൈ ഓവർ സ്പിൽറ്റ് മിൽക്ക്. ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പരിഭാഷ താഴെ കമന്റ് ചെയ്യുക. പിന്നെ അടുത്തൊരു എക്സാമ്പിൾ ആണ് ബേർഡ്സ് ഐ വ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? വിഗഹ വീക്ഷണം.
കണ്ണ് വെട്ടിച്ച് രക്ഷപ്പെടുക, കണ്ണ് വെട്ടിച്ച് രക്ഷപ്പെടുക എന്നുള്ളത് ഗീവ് ദ സ്ലിപ്പ്. അപ്പൊ പരിഭാഷ മലയാളത്തിൽ തന്നിട്ട് ഇംഗ്ലീഷിലേക്കും ചോദിക്കും, ഇംഗ്ലീഷിൽ തന്നിട്ട് മലയാളത്തിലേക്കും ചോദിക്കും, രണ്ട് രീതിയിലും പഠിക്കണം. അപ്പൊ കണ്ണ് വെട്ടിച്ച് രക്ഷപ്പെടുക, ഗീവ് ദ സ്ലിപ്പ്, ഇത് ഖാദി ബോർഡ് LDCക്ക് ചോദിച്ച ചോദ്യമാണ്. പാൽമിസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? പാമിസ്ട്രി ഹസ്തരേഖാശാസ്ത്രം. കാരിക്കേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? തൂലികാ ചിത്രം. അടുത്ത വേർഡ് എ സ്നേക്ക് ഇൻ ദ ഗ്രാസ്. എ സ്നേക്ക് ഇൻ ദ ഗ്രാസ് എന്ന് വെച്ചാൽ കപട സുഹൃത്ത് എന്നാണ് അർത്ഥം. ഹി പുട്ട് ഔട്ട് ദ ലാമ്പ്, ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. ഹി പുട്ട് ഔട്ട് ദ ലാമ്പ്, അവൻ വിളക്കണച്ചു. എ ഹോട്ട് പൊട്ടറ്റോ. എ ഹോട്ട് പൊട്ടറ്റോ എന്ന് വെച്ചാൽ എന്താ? സങ്കീർണമായ പ്രശ്നം, സങ്കീർണമായ പ്രശ്നം. ടു ഫേസ് ദ മ്യൂസിക്, ശിക്ഷ ഏറ്റുവാങ്ങുക, ശിക്ഷ ഏറ്റുവാങ്ങുകയാണ് ടു ഫേസ് ദ മ്യൂസിക്. വാഷ് ഡേർട്ടി ലിനൻ ഇൻ പബ്ലിക് എന്ന് വെച്ചാൽ എന്താ? വിഴുപ്പലക്കുക. വാഷ് ഡേർട്ടി ലിനൻ ഇൻ പബ്ലിക്, വിഴുപ്പലക്കുക. അടുത്തൊരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. ടോക്കൺ സ്ട്രൈക്ക്. ടോക്കൺ സ്ട്രൈക്കിന്റെ പരിഭാഷ എന്താണ്? ടോക്കൺ സ്ട്രൈക്ക് താഴെ കമന്റ് ചെയ്യുക. ടോക്കൺ സ്ട്രൈക്ക്. ഇപ്പൊ 3 ചോദ്യമായല്ലോ. ഓക്കെ, ഇനി അടുത്തത് നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ. ആവശ്യം സൃഷ്ടിയുടെ മാതാവാണ്. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് അറിയാലോ. പയ്യെ തിന്നാൽ പനയും തിന്നാം. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. താങ്കളെ ഈ തസ്തികയിൽ നിയമിച്ചിരിക്കുന്നു. എങ്ങനെയാണ് പറയാ? യു ആർ അപ്പോയിന്റഡ് ടു ദിസ് പോസ്റ്റ്. ലെഫ്റ്റ് ഹാൻഡഡ് കോംപ്ലിമെന്റ്. ലെഫ്റ്റ് ഹാൻഡഡ് കോംപ്ലിമെന്റ്, കോംപ്ലിമെന്റ് എന്ന് വെച്ചാൽ PLI കോംപ്ലിമെന്റ് ആണ് എന്ന് വെച്ചാൽ പ്രശംസ. ലെഫ്റ്റ് ഹാൻഡഡ് കോംപ്ലിമെന്റ് എന്ന് വെച്ചാൽ വിപരീതാർത്ഥ പ്രശംസ, വിപരീതാർത്ഥ പ്രശംസ. ഡു യു ഗെറ്റ് മീ? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഡു യു ഗെറ്റ് മീ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഹൂ ഈസ് യുവർ ഫാദർ എന്ന് വെച്ചാൽ ആരാണ് നിന്റെ അച്ഛൻ, പേരാണ്. വാട്ട് ഈസ് യുവർ ഫാദർ എന്ന് വെച്ചാൽ എന്താണ് നിന്റെ അച്ഛന്റെ ജോലി, ജോബാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. എൻവി ഈസ് ദ സോറോ ഓഫ് ഫൂൾസ്. അസൂയ വിഡ്ഢികളുടെ ദുഃഖമാണ്. പിന്നെ മേക്ക് ഹേ വെൻ ദ സൺഷൈൻസ്. മേക്ക് ഹേ വെൻ ദ സൺഷൈൻസ്. ഇത് VO 2019 ചോദിച്ചപ്പം ഓപ്ഷനിലെ ഉത്തരം വെയിലുള്ളപ്പോൾ വൈക്കോൽ അല്ലെങ്കിൽ കച്ചി ഉണക്കുക എന്നതാണ്. ഇതിന്റെ കറക്റ്റ് എന്ന് പറയുന്നത് അവസരത്തിനൊത്ത് പ്രവർത്തിക്കണം എന്ന മീനിങ് വരുന്ന എല്ലാം ഇതിൽ വരുന്നതാണ്. മേക്ക് ഹേ വെൻ ദ സൺഷൈൻസ്. കാറ്റുള്ളപ്പോൾ തൂറ്റണം, അതൊക്കെ അതിൽ വരുന്നതാണ്. ഓക്കെ. അസ് യു സോ യു റീപ്പ് എന്ന് വെച്ചാൽ എന്താ? വിതച്ചതേ കൊയ്യു. സെൽഫ് ഹെൽപ്പ് ഈസ് ദ ബെസ്റ്റ് ഹെൽപ്പ്. തനിക്ക് താനും പുരയ്ക്ക് തൂണും. തനിക്ക് താനും പുരയ്ക്ക് തൂണും. KS എക്സാമിന് ചോദിച്ച ചോദ്യമാണ് പേപ്പർ 2 ബീറ്റിംഗ് എബൌട്ട് ദ ബുഷ്. ബീറ്റിംഗ് എബൌട്ട് ദ ബുഷ് എന്ന് വെച്ചാൽ എന്താ? വളച്ചു കെട്ടി പറയുക, വളച്ചു കെട്ടി പറയുക. അടുത്ത നിങ്ങൾക്കുള്ളൊരു ചോദ്യമാണ്. ഇത് KS പേപ്പർ 2 ചോദിച്ച 2020 ചോദിച്ച ചോദ്യമാണ്. മേക്ക് ഷിഫ്റ്റിന് തുല്യമായ പ്രയോഗം ഏത്? മേക്ക് ഷിഫ്റ്റ്. ഓപ്ഷൻസ് തരാം. മുട്ടുശാന്തി, മുതലക്കണ്ണീർ, മുടന്തൻ ന്യായം, മനപ്പായസം. ഏതാണ്? മുട്ടുശാന്തി, മുതലക്കണ്ണീർ, മുടന്തൻ ന്യായം, മനപ്പായസം. ഇതിൽ ഏതാണ് മേക്ക് ഷിഫ്റ്റിന് തുല്യമായ പ്രയോഗം? ഓക്കെ. കാഷ്വൽ ലീവ്. കാഷ്വൽ ലീവിന്റെ മലയാളം എന്താ? ആകസ്മിക അവധി. അസിസ്റ്റന്റ് ഗ്രേഡ് 2 കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിൽ ചോദിച്ച ചോദ്യമാണ് 2019. കാഷ്വൽ ലീവ് എന്ന് വെച്ചാൽ എന്താണ്? ആകസ്മിക അവധി എന്നാണ് പറയുന്നത്. ഇത്രയാണ് പ്രധാനപ്പെട്ട പരിഭാഷ. ബാക്കിയുള്ളത് നിങ്ങൾ നോക്കിയിട്ടുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇതൊരു ക്വിക്ക് റിവിഷൻ ആയതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞു പോയെന്ന് മാത്രം. ഓക്കെ. അടുത്തത് ഒരു PYQവും റിലേറ്റഡ് ഫാക്റ്റും പഠിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. അപ്പൊ PYQ ഇപ്പം ഡിഗ്രി ലെവൽ പ്രിലിംസിനായതുകൊണ്ട് ഡിഗ്രി ലെവൽ ബേസ്ഡ് ആയിട്ടുള്ള PYQ നോക്കുന്നതായിരിക്കും ഇപ്പോൾ നമ്മൾ തുടങ്ങിയത് കൊണ്ട് അത് നോക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിനൊപ്പം LDC മെയിൻസിനും കൂടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ കാണും. അപ്പോൾ LDC ലെവലും കൂടി നോക്കുക. ഞാൻ PYQ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം ഡിഗ്രി ലെവൽ ആണെങ്കിൽ അടുത്ത ദിവസം നിങ്ങൾ LDCക്ക് വേണ്ടിയിട്ടുള്ളത് നോക്കാം. എ മിക്സ്ചർ ഓഫ് 2 gases ആർ കോൾഡ് സിൻഗ്യാസ്. സിൻഗ്യാസ്, SYN സിൻ. ഈ സിൻഗ്യാസ് എന്ന് പറയുന്നത് ഏതൊക്കെ ഗ്യാസസിന്റെ മിക്സ്ചർ ആണ് എന്ന് പറയുക. ഓപ്ഷൻസ് തരാം. കാർബൺ മോണോക്സൈഡ് ആൻഡ് നൈട്രജൻ. ഓപ്ഷൻ എ കാർബൺ മോണോക്സൈഡ് ആൻഡ് നൈട്രജൻ. ഓപ്ഷൻ ബി കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് നൈട്രജൻ. കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് നൈട്രജൻ. ഓപ്ഷൻ സി കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ. ഓപ്ഷൻ ഡി കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ. സിൻഗ്യാസ്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ഡിഗ്രി ലെവൽ തന്നെയാണ്. 2017 ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസറിന് ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു ചോദ്യമാണ് ഇത്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ റിലേറ്റഡ് ഫാക്ട് അടക്കം നോക്കിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ്. സംഖ്യകളും അടിസ്ഥാന ക്രിയകളുമാണ് മാത്സിൽ നിന്ന് പഠിക്കാൻ വേണ്ടി തന്നത്. അതിൽ എന്തൊക്കെ പഠിക്കണം എന്ന് പറഞ്ഞാൽ ആദ്യം ബേസിക് ആയിട്ട് നമ്മുടെ സം ഓഫ് ഫസ്റ്റ് ആൻഡ് നാച്ചുറൽ നമ്പേഴ്സ്,
ഫസ്റ്റ് ആൻഡ് ഈവൻ നമ്പേഴ്സ്, ഫസ്റ്റ് ആൻഡ് ഓഡ് നമ്പേഴ്സ്, അത് വെച്ചിട്ടുള്ള പ്രോബ്ലം എല്ലാം പഠിക്കണം. ഓക്കെ, പിന്നെ സംഖ്യയെ ബേസ് ചെയ്തിട്ടുള്ള ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു സംഖ്യയെ 17 കൊണ്ട് ഹരിക്കുന്നതിന് പകരം 11 കൊണ്ട് ഹരിച്ചപ്പോൾ ഹരണഫലം 15ഉം ശിഷ്ടം 5ഉം കിട്ടി. ശരിയായ ഹരണഫലം എത്ര? ഇങ്ങനത്തെ ടൈപ്പ് ചോദ്യം. പിന്നെ താഴെ പറയുന്നവയിൽ 9 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാനാവുന്ന സംഖ്യ ഏത്? പിന്നെ നോക്കാനുള്ളത് ഫേസ് വാല്യൂവും പ്ലേസ് വാല്യൂവും. ഫേസ് വാല്യൂ എന്ന് പറയുമ്പോൾ മുഖവില, പ്ലേസ് വാല്യൂ എന്ന് പറയുമ്പോൾ സ്ഥാനവില. മുഖവിലയും സ്ഥാനവിലയും കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങൾ നോക്കിക്കോളാം. പിന്നെ എല്ലാ ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസും, ഇപ്പോൾ ഒരു സംഖ്യയുടെ കൂടെ 8 കൂട്ടി കിട്ടിയ സംഖ്യയെ 3 കൊണ്ട് ഗുണിച്ച് 2 കൊണ്ട് ഹരിച്ച് 7 കുറച്ചാൽ കിട്ടുന്ന സംഖ്യ 50 ആയാൽ സംഖ്യ ഏത്? ഒരു സംഖ്യയുടെ 8 ഇരട്ടി 60നേക്കാൾ 4 കൂടുതലാണ് സംഖ്യ ഏത്? 1,00,000-ൽ എത്ര 100 ഉണ്ട്? ഇങ്ങനത്തെ ചോദ്യങ്ങളെല്ലാം ഇതിൽ വരുന്നതാണ്, ബേസിക് ഓപ്പറേഷൻസിൽ വരുന്നതാണ്. 4 ഒന്നുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യ ഏത്? ഒരു സംഖ്യയുടെയും അതിനോട് 1 കൂട്ടിയതിന്റെയും തുകയുടെ 2 മടങ്ങ് 10 ആണെങ്കിൽ സംഖ്യ ഏത്? ഇതൊക്കെയാണ് ബേസിക് ഓപ്പറേഷൻസിൽ, പ്ലസും മൈനസും ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ വെച്ച് ചെയ്യാൻ പറ്റുന്നതാണിത്. ഓക്കെ, അപ്പൊ ഇതാണ് ബേസിക് ഓപ്പറേഷൻസിൽ നിങ്ങൾ നോക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും ഈ 4 ടോപ്പിക്, മാത്സിലെ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, കമ്പ്യൂട്ടർ സയൻസിലെ ഔട്ട്പുട്ട് ഡിവൈസസ്, മലയാളം പരിഭാഷ, ഒരു PYQം റിലേറ്റഡ് ഫാക്റ്റും. പിന്നെ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾ താഴെ കമന്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ടോപ്പിക്കുകൾ പഠിക്കാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. പഠിച്ചു തീരാത്തവരുണ്ടെങ്കിൽ ഇനിയും സമയമുണ്ട്, പഠിക്കാം. ഓക്കെ, നാളെ ഡേ 3 ആണ്. നാളത്തെ ടോപ്പിക്ക് നന്നായിട്ട് പഠിച്ചു വരാം. വീഡിയോ ഇഷ്ടപ്പെടാൻ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. ടൈം ടേബിൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മുകളിൽ ഐക്കാർട്ടിലും കൊടുത്തേക്കാം. ഓക്കെ, വീണ്ടും കാണാം. താങ്ക് യു. ഇനി നിങ്ങളിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം, ഈ 2 എക്സാമിനും വേണ്ടിയിട്ട് 75 ഡേയ്സ് കോഴ്സ് ദൗത്യം എന്ന പേരിൽ ജൂൺ 24 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ 9 എഡ്യൂക്കേറ്റേഴ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത്, 9 ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ്. അപ്പോൾ ഈ കോഴ്സും ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് എല്ലാ കോഴ്സുകളും കിട്ടുന്നതാണ്. അപ്പോൾ റെഫറൽ കോഡ് മറക്കണ്ട, ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സസ് കൂടി ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഫ്രീ ഒരുപാട് ക്ലാസ്സസ് ഉണ്ട്, സ്പെഷ്യൽ ക്ലാസ്സസ്, സ്പെഷ്യൽ ക്യൂസസ്, പിന്നെ PDF നോട്ട്സ്, ഇതെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ടും ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. റാങ്കുകളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന മൻസൂർ അലി കാപ്പുങ്കൽ സാർ നയിക്കുന്ന HSA സോഷ്യൽ സയൻസിന്റെ ക്ലാസ്സുകൾ ജൂൺ 23 അൺഅക്കാഡമിയിൽ ആരംഭിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു കോഴ്സും നിങ്ങൾക്ക് ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ ഈ എല്ലാ കോഴ്സും കിട്ടുന്നതാണ്. ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് മറക്കണ്ട.